ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിന്ന് പഠിച്ചു തുടങ്ങാം. രാവിലെ തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഞാൻ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നതിന്റെ നോട്ട്സ് ആണ് കേട്ടോ. ഞാൻ കാണുന്നതിന്റെ കൂടെ തന്നെ ഇന്നലെ നോട്ട്സും എഴുതി പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മൾ എഴുതിയ നോട്ട്സ് എല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുവാണ്. റിവിഷൻ പോലെയാണ് കേട്ടോ. ഇന്നലെ ഞാൻ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മറവിയുടെ അസുഖം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാം. അതുകൊണ്ട് രാവിലെ തന്നെ അതിനെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് ക്ലാസ് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ടൈം ഇപ്പോൾ 5:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ 3 ക്ലാസ് കണ്ട് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 ക്ലാസ് ആണ് പെൻഡിങ് ഉള്ളത്. അപ്പൊ എന്റെ ഷോർട്ട് ടേം ഗോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തത് ഇത് 4 കണ്ടു തീർക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം പരിപാടി. 5:30 കഴിഞ്ഞതായതുകൊണ്ട് പുറത്ത് അങ്ങനെ സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടിരുന്ന് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് രാവിലെ 5 മണിക്ക് എണീക്കുന്നത് PSCക്ക് വേണ്ടിയിട്ട്. കാരണം ഒരുപാട് ക്ലാസ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ വീഡിയോ കൂടെ എടുക്കുന്നുള്ളത് കൊണ്ട് ആ ഒരു മോട്ടിവേഷനിൽ ഞാനങ്ങ് ചെയ്തു പോകും കേട്ടോ. ഈ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ടൈം പഠിക്കുന്നതാണ് ബെസ്റ്റ്. കാരണം ഒരു ഡിസ്ട്രാക്ഷൻസും നമുക്കില്ല. അങ്ങനെ നമ്മളൊരു 6:45 ആയപ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ഇന്ന് കണ്ടു തീർന്നിരിക്കുകയാണേ. ഇനി നമുക്ക് കർട്ടനൊക്കെ ഓപ്പൺ ചെയ്തിടാവേ. 6:45 ആയപ്പോഴാണ് നമ്മൾ ചെറിയ ബ്രേക്ക് എടുത്തത്. തിരിച്ച് 7 മണി ആയപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അടുത്ത ക്ലാസ് കാണാൻ. 8 മണി ആയപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സും കണ്ടു തീർന്നു. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ 2 ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല പ്രൊഡക്റ്റീവായിട്ട് തന്നെ മോർണിംഗ് പോകുന്നുണ്ട്. 8 മണിക്ക് പോയി ഞാൻ പിന്നെ പൊങ്ങിയത് 9 മണിക്കാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയി. ഇത് നമ്മുടെ 3ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാണ്ട് ഉച്ചയ്ക്ക് മുമ്പ് 4 ക്ലാസ്സും കണ്ടു തീരുമായിരിക്കും. ഞാൻ ക്ലാസ് കാണുക മാത്രമല്ല, ഞാൻ ഷോർട്ട് നോട്ടും അപ്പം തന്നെ പ്രിപ്പയർ ചെയ്യും. പിന്നെ എൻ്റെ റൈറ്റിംഗ് സ്കില്ല് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെക്കും, ഇനി എഴുതും. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്കൊരു 3 മാസം കൊണ്ടെങ്കിലും സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് 2-3 വീഡിയോസ് കണ്ടേട്ടോ, ചിലരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള. അങ്ങനെ നമുക്കിനി ഒരു ക്ലാസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള കേട്ടോ. ഇപ്പൊ ഒരു 10 മണി ആയിട്ടുണ്ടേ. ഉച്ചത്തേക്ക് അമ്മ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കറി ഞാൻ ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുവാണേ. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിന്റെ വലിയ ക്ലിപ്പിംഗ്സ് ഒന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. ഫൈനലി ഞാൻ ഇത്രയും നേരം പഠിച്ചത് ഒരു 7-7.5 മണിക്കൂർ, ഇന്നലത്തതും കൂടെ കൂട്ടി അത്രയും പഠിച്ചിട്ടുണ്ട്. 1-2 മാർക്കിനുള്ളതാണെന്ന് ഓർക്കണം. രാവിലെ 5:30 തുടങ്ങി 12:10 ആയപ്പോൾ തീർന്നു.